എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു പിണ്ടി ജ്യൂസ് ഉണ്ടാക്കാം. പിണ്ടി കൊണ്ട് നമ്മൾ കറികൾ മാത്രമല്ല കൂടുതലും ഉണ്ടാക്കാറ്. ജ്യൂസ് ഉണ്ടാക്കിയവർക്ക് വളരെ ഹെൽത്തിയാണ്. അത് കിഡ്നി സ്റ്റോൺ ഉള്ളവർക്കും അല്ലാതെ അമിതവണ്ണം ഉള്ളവർക്കും വണ്ണം കുറയാനും എല്ലാം വളരെ നല്ലതാണ്. അതിന് ഞാൻ പാളയംകുടം വാഴയുടെ പിണ്ടി വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പുതിയനയുടെ ഇല വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെച്ചിട്ടുണ്ട്, ഒരു നാരങ്ങ വെച്ചിട്ടുണ്ട്. എവയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനകത്ത് ജാറിനകത്തേക്ക് ഇതിനെ ഒടിച്ചിടാം. ഇനി നമുക്ക് ഇഞ്ചിയുടെ കഷ്ണം, പുതിയനയുടെ ഇല ഇല്ലെന്ന് വിചാരിച്ച് കുഴപ്പമില്ല, അത് ഓപ്ഷനാണ്. ഇഷ്ടമുള്ളവർക്ക് ഇടാം. ചിലർക്ക് പുതിയനയുടെ ഇലയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ല. ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. പിന്നെ അതും ദഹനത്തിനൊക്കെ നല്ലതാണ്. പുതിയനയുടെ ഇലയും കൂടെ ഇട്ടു. ഇത് തിളപ്പിച്ചാറിയ വെള്ളമാണ്. ഇത് ഞാൻ പച്ചവെള്ളം ഒഴിക്കുന്നതിന് കുഴപ്പമില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമുക്കത് അരച്ചെടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് ഒരു നാരങ്ങയുടെ നീര് ചേർക്കാം. രണ്ട് ഗ്ലാസ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ഒന്നിനകത്ത് ഞാൻ ഉപ്പിടുവാണ്. ഒന്നിനകത്ത് ഞാൻ നാടൻ തേനാണ്. ഈ തേൻ ഒരു സ്പൂൺ ഒഴിക്കുക. ഹെൽത്തി ആയിട്ടുള്ള വാഴപ്പിണ്ടി ജ്യൂസ് റെഡിയായി. ഒന്നിനകത്ത് ഞാൻ തേനാണ് ഒഴിച്ചിരിക്കുന്നത്, ഒന്നിനകത്ത് ഞാൻ ഉപ്പിട്ടിരിക്കുകയാണ്. നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. വാഴപ്പിണ്ടി കളയരുത്. എന്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.